ഹായ് ഫ്രണ്ട്സ്, മൾട്ടിപ്പിൾ ഐ ക്രിയേഷൻസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നെഞ്ചത്ത് ചേർത്ത് വെച്ച കൈപോലെ കൊച്ചി നഗരത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന പിഴല എന്ന അതിമനോഹരമായ ഗ്രാമത്തിലേക്കാണ്. പിഴല ഗ്രാമത്തിലെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇടപ്പള്ളി ലുലു മാളിൽ നിന്നും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡിലേക്ക് പോകുന്ന ആ പാതയിലൂടെ സഞ്ചരിച്ച് നമ്മൾ ആ റോഡ് പറവൂർക്ക് ക്രോസ് ചെയ്യുന്ന വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡിലുള്ള സിഗ്നലിൽ എത്തിച്ചേർന്നാൽ ആ സിഗ്നലിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ എറണാകുളത്തേക്കുള്ള ഡയറക്ഷനിൽ യാത്ര ചെയ്യുക. അതിലൂടെ സഞ്ചരിച്ച് ഏകദേശം 5 കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റ് യു ടേൺ എടുത്ത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ പിഴല എന്ന ഗ്രാമത്തിൻ്റെ പ്രവേശന കവാടമായ പുതിയതായി നിർമ്മിച്ച പാലത്തിൽ നമ്മൾ എത്തിച്ചേരും. എറണാകുളത്ത് നിന്നുമാണ് പിഴലേക്ക് വരുന്നതെങ്കിൽ മറൈൻ ഡ്രൈവിൽ നിന്നും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡ് വഴി ഏകദേശം ആലുവക്ക് പോരുന്ന റൂട്ടിൽ 9 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞ് ലെഫ്റ്റ് കട്ട് ചെയ്താൽ നമുക്ക് പിഴലയിലേക്കുള്ള പുതിയ പാലത്തിൽ എത്തിച്ചേരാം. പിഴല പാലത്തിൽ നിന്നുമുള്ള കായലിലെ കാഴ്ചകളും അസ്തമിക്കുവാനൊരുങ്ങുന്ന ചെഞ്ചായം പൂശിയ ആകാശ കാഴ്ചകളും വളരെ മനോഹരമാണ്. പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് ഇന്നും കായൽപ്പരപ്പിൽ നിരന്നു നിൽക്കുന്ന ചീനവലകൾ മനോഹരമായൊരു കാഴ്ചയാണ്. കായലും കെട്ടുകളും വയലേലകളും ഒരുമിച്ചൊഴുകുന്ന കണ്ണെത്താ ദൂരത്തോളം ജലാശയങ്ങൾ പരന്നു കിടക്കുന്ന ഒരു മനോഹര പ്രദേശമാണ് പിഴല. ആ കായലുകളുടെ, കെട്ടുകളുടെ, വയലുകളുടെ അതിരുകൾ തിരിച്ചുകൊണ്ട് നീണ്ടു നിവർന്ന് പരന്നു കിടക്കുന്ന തണൽ വിരിക്കുന്ന തെങ്ങിൻ തലപ്പുകളും പാടവരമ്പിൽ ഇരുവശത്തേക്കും തലചായ്ച്ചു കൊണ്ട് നിൽക്കുന്ന പുൽമേടുകളും അതിൻ്റെ നടുവിലൂടെ നമുക്കൊരാൾക്ക് മാത്രം സഞ്ചരിക്കുവാൻ കഴിയുന്ന രീതിയിൽ വളരെ നേർത്ത സഞ്ചാരപാതകളും അതിലൂടെയുള്ള യാത്രയും നമുക്ക് അല്പം പ്രായമായവരാണെങ്കിൽ, ചെറുപ്പകാലം നാട്ടിൻപുറത്ത് ജീവിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ ബാല്യകൗമാരങ്ങളിലെ വരമ്പിലൂടെയുള്ള യാത്രയെ വീണ്ടും പിഴല നമ്മുടെ ഓർമ്മകളിലേക്ക്, അനുഭവങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ പിഴല പാലത്തിൻ്റെ ഏകദേശം നടുവിലുള്ള സർക്കിളിൽ എത്തിക്കഴിഞ്ഞു. ഈ സർക്കിളിലും പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റിലേക്ക് തിരിയുന്ന ഭാഗങ്ങളിലും നിരത്തിയിട്ടിരിക്കുന്ന കാറുകളിൽ മുഴുവൻ സഞ്ചാരികൾ വന്നതാണ്. നിങ്ങളെപ്പോലെ ഞാനും ആദ്യം ആലോചിച്ചു, ഈ സഞ്ചാരികളൊക്കെ എവിടെ പോയെന്ന്. അവർ പോയിടത്തേക്ക് നമ്മളും പോകുന്നുണ്ട് വഴിയെ.
പിഴലയിലുള്ള കെട്ടുകളിലൊക്കെ അതിൻ്റെ ഉടമസ്ഥരും അവിടെ ഹോട്ടൽ നടത്തുന്നവരും മീനുകളെയും ചെമ്മീനുകളെയും വളർത്തുന്നുണ്ട്. അവയെ പിടിക്കുവാനെത്തിയിട്ടുള്ള അതിസുന്ദരനായ ഒരു കൃഷ്ണപ്പരുന്തിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് ഇവിടുത്തെ ടിൽട്ട് കേഫ് എന്നുള്ള റെസ്റ്റോറൻറ്റിലേക്കുള്ള നടവഴിയാണ്. ആ ദൂരെ ഓടിട്ട് കാണുന്നതാണ് ടിൽട്ട് കേഫ് എന്ന റെസ്റ്റോറൻറ്റ്. സാമാന്യം നല്ല നിലവാരം പുലർത്തുന്ന ഒരു റെസ്റ്റോറൻറ്റാണിത്. ഇവിടെ നമുക്ക് ഗെറ്റ് ടുഗദറുകളും ഒഫീഷ്യൽ മീറ്റിങ്ങുകളും നടത്തുവാൻ കഴിയും. അതിനുള്ള കായൽ കെട്ടിത്തിരിച്ചെടുത്ത കോർട്ട്യാർഡുകളും അതുകൂടാതെ ആ റെസ്റ്റോറൻറ്റിനകത്ത് തന്നെ ഡയസ് അടക്കമുള്ള സംവിധാനങ്ങളോട് കൂടിയുള്ള മീറ്റിംഗ് പ്ലേസുകളുമുണ്ട്. അവിടെ തന്നെ ഭക്ഷണം അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കെട്ടിടത്തിനും അതിൻ്റെ ആ കോർട്ട്യാർഡിനും ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് ചാർജൊന്നും കൊടുക്കാതെ നമുക്ക് അത് ഹയർ ചെയ്യുവാൻ കഴിയും. അങ്ങനെ ഹയർ ചെയ്തിട്ടുള്ള ദിവസങ്ങളിൽ ആ ഹയർ ചെയ്തവർക്കല്ലാതെ മറ്റുള്ളവർക്ക് ആർക്കും തന്നെ അവിടെ പ്രവേശനം ഉണ്ടായിരിക്കുന്നതും അവിടെ നിന്ന് ഭക്ഷണം ലഭിക്കുന്നതുമല്ല. ഇര തേടി തപസ്സിരിക്കുന്ന ഒരു വർണ്ണക്കൊക്കാണിത്. വെള്ളക്കൊക്കിനെയും പാണ്ടൻകൊക്കിനെയും കരിങ്കൊക്കിനെയുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ബഹുവർണ്ണത്തിലുള്ള ഒരു സാധാരണ കൊക്കിനെ ഞാൻ കാണുന്നത്. ഇത്തരം ഒരുപാട് പക്ഷികളുടെ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് നമ്മുടെ പിഴല. പലരും ദൂരദർശിനിയുമായി മറ്റും വന്ന് പക്ഷിയോട് സ്നേഹമുള്ളവരും അതിൻ്റെ നിരീക്ഷിക്കുന്നവരും പിഴലയിൽ വന്ന് അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ദേശാടന പക്ഷികളെയും കൊക്കുകളെയും പറവകളെയും ഒക്കെ നിരീക്ഷിക്കാറുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാടവരമ്പുകൾ. ആ പാടവരമ്പിലൂടെ യാത്ര വളരെ രസകരമാണ്. ഇത് അധികം ആരും സഞ്ചരിക്കാത്ത ഒരു പാടവരമ്പാണ്. ആ ജലാശയത്തിൽ നീന്തി തുടിക്കുന്ന പക്ഷികളെ ദൂരെ നിന്ന് കണ്ടപ്പോൾ താറാവുകളാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ ഒരെണ്ണം പറന്നിറങ്ങുന്നത് കണ്ടില്ലേ? യഥാർത്ഥത്തിൽ അത് താറാവുകളല്ല, എനിക്ക് തോന്നുന്നു നീർക്കാക്കകളാണെന്ന്. അത് എന്താണെന്ന് ശരിക്ക് അറിയാവുന്നവർ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്ക് കൂടി മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത ഒരു പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇരുവശങ്ങളിലും കെട്ടുകളും പാടങ്ങളുമാണ്. കെട്ടുകൾക്കും പാടങ്ങൾക്കും അതിർവരമ്പിട്ടുകൊണ്ട് കുടവിരിച്ചു നിൽക്കുന്ന തെങ്ങുകളുണ്ട്, വരമ്പുകളുണ്ട്. ആ വരമ്പുകളിൽ ഇടതൂർന്ന് നിൽക്കുന്ന പുല്ലുകളുണ്ട്. ആ പുല്ലുകൾക്ക് നടുവിലൂടെ നാം നടന്നുണ്ടാക്കിയ വളരെ നേർത്ത പാതകളുണ്ട്. നേരത്തെ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ കണ്ട കാറുകളില്ലേ, ആ കാറുകളിൽ വന്ന സഞ്ചാരികളിൽ ഏറെ പേരും ആ കണ്ണത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ആ പാടങ്ങളുടെ നടുവിലുള്ള വരമ്പിലൂടെ തെങ്ങുകളുടെ തണലിലൂടെ ആ ഒറ്റവരി പാതയിലൂടെ സായാഹ്നം ആസ്വദിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ആകാശത്ത് ചെഞ്ചായ തുടിപ്പുകൾ മാത്രം ബാക്കിയാക്കിക്കൊണ്ട് പടിഞ്ഞാറ് മറഞ്ഞു കഴിഞ്ഞു. പിഴലയിലെ സായാഹ്നത്തിൻ്റെ സൗന്ദര്യം തേടിയിറങ്ങിയ യുവതയും കുടുംബങ്ങളും കുട്ടികളും മടങ്ങിപ്പോയിട്ടില്ല. ഇനി അഥവാ
മടങ്ങിയാൽ തന്നെ ഈ നടപ്പിൻ്റെ ക്ഷീണമകറ്റുവാൻ നമ്മൾ നേരത്തെ കണ്ട പാലത്തിന് സമീപമുള്ള ചെറിയ റെസ്റ്റോറൻറ്റുകളിൽ, ഐസ്ക്രീം പാർലറുകളിൽ അല്പനേരം കൂടി ഇരുന്ന് ചിലരെങ്കിലും രാത്രി ഭക്ഷണം കൂടി അവിടെ നിന്നും കഴിച്ചതിന് ശേഷം മാത്രമേ മടങ്ങിപ്പോവുകയുള്ളൂ. നമ്മൾ ഈ കോൺക്രീറ്റ് പാതയിലോട്ടുള്ള യാത്ര തുടരുകയാണ്. ഇത് നാവിക പാലം അടുത്തിടെ പുതുക്കി പണിതതാണ്. അതിന് സമീപത്ത് കാണുന്നതാണ് പഴയ പാലം. ഈ പാലം കടന്ന് നമ്മൾ ചെല്ലുന്നത് ചെറിയ കടമക്കുടിയിലേക്കാണ്. അപ്പുറത്ത് കടമക്കുടിയുണ്ട്. ഞങ്ങൾ കൊച്ചിക്കാർ കടമക്കുടിയെ കടന്നാൽ കുടുങ്ങി എന്ന് പറയാറുണ്ട്. പണ്ട് ആവശ്യത്തിനുള്ള റോഡ് സൗകര്യങ്ങളും ഇല്ലാത്തൊരു കാലത്ത് കടമക്കുടിയിൽ പോയി തിരിച്ചു വരിക എന്നുള്ളത് പ്രയാസകരമായൊരു കാര്യമാണ്. നമ്മളേതായാലും നാവികപ്പാലം കടന്ന് പയ്യെ, ഈ പിഴലയുടെ പ്രത്യേകത നമ്മുടെ നടപ്പ് ഒരിക്കലും തീരുന്നില്ല. നാവികപ്പാലം കടന്നു കഴിഞ്ഞാൽ വീണ്ടും കോൺക്രീറ്റ് വിരിച്ച പാതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അങ്ങനെ ചെറിയ കടമക്കുടിയിലെ സെൻറ്റ് ജോസഫ് പള്ളി, മൂലംപള്ളി പള്ളിയുടെ കൈവഴിപ്പള്ളിയാണത്. അത് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നാവികപ്പാലത്തിലേക്ക് നടക്കുകയാണ്. ആകാശത്ത് മേഘക്കീറുകൾ വിവിധ വർണ്ണങ്ങൾ മാറി വിതറുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും നമ്മൾ വീണ്ടും നാവിക പാലം വഴി തിരിച്ച് നമ്മൾ പിന്നിട്ട ദൂരങ്ങളിലേക്ക് മടങ്ങി പോവുകയാണ്. അതാ ആ വരമ്പുകളിലൊക്കെ യുവാക്കൾ, യുവതികൾ സായാഹ്നത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട്, കായലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഇത് എന്നോടൊപ്പം വന്നിട്ടുള്ള ഷിബു, ദിനേശ്, പുറകിൽ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ജിനോ. സായാഹ്നങ്ങളിൽ ഇങ്ങനെയൊരു യാത്ര ഞങ്ങൾക്ക് പതിവുള്ളതാണ്. യാത്രയ്ക്ക് ശേഷം തൊട്ടടുത്തുള്ള കോർണർ കഫേ എന്ന റെസ്റ്റോറൻറ്റിൽ കയറി രാത്രി ഭക്ഷണം കഴിച്ച് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പുട്ടും മീൻ കറിയുമൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആ പിഴലയുടെ ചെഞ്ചായം പൂശിയ ആകാശത്തിൻ്റെ ചീനവലകളുടെ, കായലിൻ്റെ കെട്ടുകളുടെ, തെങ്ങും തലപ്പുകൾ ഭംഗിയേറ്റുന്ന പാടവരമ്പുകളുടെയൊക്കെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് തിരിച്ചു നടന്നു. ഇവിടെ നിന്നുമാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം ഞങ്ങൾ വന്ന വാഹനങ്ങളിൽ തിരിച്ച് യാത്രയായി. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ചിലവഴിച്ച നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഒരിക്കലെങ്കിലും പിഴലയിലേക്ക് കടന്നു വരിക, പിഴലയുടെ സായാഹ്ന സൗന്ദര്യം ആസ്വദിക്കുക. കൊച്ചിക്കാരായ നമ്മൾ ഒരുപാട് പണം മുടക്കി ദൂരപ്രദേശങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഗ്രാമീണ ഭംഗി, ഈ കായലുകളുടെ ഭംഗി, ഈ കെട്ടുകളുടെ ഭംഗി, ഈ അസ്തമയത്തിൻ്റെ ഭംഗി കാണാതെ പോകരുത്. എല്ലാവരെയും ഒരിക്കൽ കൂടി ആ പിഴലയുടെ സൗന്ദര്യം കാണുവാൻ ക്ഷണിച്ചുകൊണ്ട് ചുരുക്കുന്നു. ജയ് ഹിന്ദ്.